നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശിവഗിരിയിലുണ്ടായ പോലീസ് നടപടിയിൽ എ.കെ. ആന്റണി സർക്കാരിനെ പിന്തുണച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. അന്നത്തെ സർക്കാർ കോടതി ഉത്തരവ് നടപ്പാക്കുകയായിരുന്നു. പോലീസ് നടപടി അനിവാര്യമായി മാറിയതാണെന്നും സ്വാമി സച്ചിദാനന്ദ. ശബരിമല ദർശനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പുലർച്ചെ 5-ന് നട തുറന്നപ്പോൾ ദർശനം നടത്തി. പമ്പയിൽ നിന്നും കെട്ട് നിറച്ചാണ് മല ചവിട്ടിയത്. 8 കിലോ കഞ്ചാവുമായി തമിഴ്നാട് സ്വദേശിനി ഉൾപ്പെടെ 4 പേർ പിടിയിൽ. സംസ്ഥാനത്തിന് പുറത്തുനിന്നും കഞ്ചാവ് എത്തിച്ച് കച്ചവടം നടത്തുന്ന 4-അംഗ സംഘമാണ് അറസ്റ്റിലായത്. കുണ്ടറയിൽ നിന്നുമാണ് ഇവർ പിടിയിലായത്. വിജിലൻസ് ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. തമിഴ്നാട് സ്വദേശികളുടെ സ്വർണം തട്ടിയെടുത്തു. സംഭവത്തിൽ കുളത്തൂപ്പുഴ സ്വദേശികൾ അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. ശിവഗിരിയിലുണ്ടായ പോലീസ് നടപടിയിൽ അന്നത്തെ എ.കെ. ആന്റണി സർക്കാരിനെ പിന്തുണച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. അന്നത്തെ സർക്കാർ കോടതി ഉത്തരവ് നടപ്പിലാക്കുകയായിരുന്നുവെന്നും പോലീസ് നടപടി അനിവാര്യമായി മാറിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരി മഠത്തിൽ കോടതി വിധി നടപ്പാക്കാൻ കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസിനെ അയച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി എ.കെ. ആന്റണി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പ്രകാശാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സമിതിക്ക് ഭരണം കൈമാറാൻ അന്നത്തെ ഭരണസമിതി തയ്യാറായില്ലെന്ന് മഠാധിപതി സച്ചിദാനന്ദ പറഞ്ഞു. ഭരണം കൈമാറണമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ആമീനുമായി പല പ്രാവശ്യം പോയെങ്കിലും ഫലമുണ്ടായില്ല. വിധി നടപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് അധികാരം ഏറ്റെടുക്കാനെത്തിയവരെ തടയുന്ന സ്ഥിതിയുണ്ടായി. ആ സാഹചര്യത്തിൽ പോലീസ് നടപടി അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും എന്നും ദുഃഖിപ്പിക്കുന്ന തരത്തിൽ അവിടെ ലാത്തിച്ചാർജ് നടന്നത്. കോടതികളെല്ലാം സ്വാമിക്ക് അനുകൂലമായി വിധിയുണ്ടായി. പക്ഷേ ഈ വിധി നടപ്പാക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ ബലം പ്രയോഗിച്ചും വിധി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ ഗവൺമെൻറ് വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതൊരു ഗവൺമെൻറ്റിനും അത് മാത്രമേ അന്ന് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ കോർട്ട് അലക്ഷ്യമായിട്ട് തന്നെ അത് മാറിപ്പോകുമെന്നും മനസ്സിലാക്കുന്നു. പല പ്രാവശ്യം മധ്യസ്ഥ ചർച്ചകളൊക്കെ നടന്നു. ആ ചർച്ചയിൽ പലരും പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാനും. പക്ഷെ അതുകൊണ്ടൊന്നും പരിഹാരമാകാത്ത ഒരു സാഹചര്യത്തിൽ ബലം പ്രയോഗിച്ചും ഈ അധികാര കൈമാറ്റം നടത്തണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും അങ്ങനെ അധികാര കൈമാറ്റത്തിന് എത്തിയപ്പോൾ അവരെ തടഞ്ഞുകൊണ്ട് മേൽപ്പറഞ്ഞ രാഷ്ട്രീയ കക്ഷിയുടെ ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ട ജനതയും അവിടെ തടയുകയും കല്ലേറ് നടത്തുകയും ബഹളങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ ലാത്തിച്ചാർജും മറ്റുമൊക്കെ നടന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സർക്കാർ കോടതി ഉത്തരവ് നടപ്പാക്കാൻ ചുമതലപ്പെട്ടവരാണ്. അത് അവർ നടപ്പാക്കുകയാണ് ചെയ്തത്. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ പരാമർശം രാഷ്ട്രീയ വിഷയമാണെന്നും അതിൽ അഭിപ്രായം പറയാനില്ലെന്നും സ്വാമി സച്ചിദാനന്ദ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. സുഹൃത്തുക്കളെ അപമാനിച്ചെന്നാരോപിച്ച് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച ഭർത്താവ് അറസ്റ്റിൽ. പുനലൂർ കാഞ്ഞിരമല സ്വദേശി അജിയാണ് അറസ്റ്റിലായത്. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഭാര്യ സീനയെ ഇയാൾ ക്രൂരമായി ആക്രമിച്ചത്. സുഹൃത്തുക്കളെ അപമാനിച്ചെന്നാരോപിച്ച ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച പുനലൂർ കാഞ്ഞിരമല ഇട്ടിവള വീട്ടിൽ അജിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉറങ്ങിക്കിടന്ന സീനയെ അജി ക്രൂരമായി മർദ്ദിക്കുകയും കൊടുവാൾ ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ആക്രമണത്തിൽ മുഖത്തും തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ സീന ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നഗരസൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പുനലൂരിൽ സ്ഥാപിച്ച ചെടിച്ചട്ടികൾ മോഷണം പോകുന്നു. 4.8 ലക്ഷം രൂപയോളം വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. സംഭവത്തിൽ ശക്തമായ നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കാത്തതാണ് ചെടിച്ചട്ടികൾ മോഷണം പോകുന്നതിന് കാരണം. പുനലൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ്
റോഡിലെ നടപ്പാതയുടെ കൈവരികളിൽ ചെടിച്ചട്ടികൾ സ്ഥാപിച്ചത് 4.8 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് പുനലൂരിലെ പാതയോരത്ത് പദ്ധതി നടപ്പാക്കിയത്. എന്നാൽ ചെടിച്ചട്ടികൾ മോഷണം പോകുന്നതും നശിപ്പിക്കപ്പെടുന്നതും പതിവാണ്. വലിയ പാലം, പുനലൂർ KSRTC ജംഗ്ഷൻ, വെട്ടിപ്പുഴ പാലം, ചെമ്മന്തൂർ തുടങ്ങിയ പ്രധാന പാതകളിലെ പാതയോരങ്ങളിലെ കൈവരികളിലാണ് ചെടിച്ചട്ടികൾ സ്ഥാപിച്ചത്. ചട്ടികൾ സ്ഥാപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ചെടികൾ അപ്രത്യക്ഷമായി. പിന്നാലെ ചട്ടികളും കാണാതായി. നഗരസഭാ അധികൃതർ ആദ്യം പോലീസിനെ അറിയിച്ചെങ്കിലും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ലക്ഷങ്ങൾ വിനിയോഗിച്ച് സ്ഥാപിച്ച ചെടിച്ചട്ടികളാണ് കാണാതാകുന്നത്. എന്നാൽ ഇതിനെതിരെ ശക്തമായ നടപടികളൊന്നും ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷത്തിനൊപ്പം നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഖില കേരള ധീവര സഭയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരദേശവാസികളോടും ഉൾനാടൻ മത്സ്യമേഖലയോടും മത്സ്യത്തൊഴിലാളികളോടും അവഗണന കാട്ടുന്നെന്നാരോപിച്ചായിരുന്നു ധർണ. അപകടത്തെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ നീക്കം ചെയ്യണമെന്നും ധീവരസഭ ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തീരദേശവാസികളോടും ഉൾനാടൻ മത്സ്യമേഖലയോടും മത്സ്യത്തൊഴിലാളികളോടും അവഗണന കാട്ടുകയാണെന്നാരോപിച്ചാണ് അഖില കേരള ധീവരസഭയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. അഖില കേരള ധീവരസഭ കൊല്ലം ജില്ലാ കമ്മിറ്റി ആരംഭിക്കുന്ന പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് കളക്ട്രേറ്റിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. കപ്പലപകടത്തെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ അടിയന്തരമായി നീക്കം ചെയ്യുക, കണ്ടെയ്നറിൽ തട്ടി വലകൾ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ അടിയന്തര ധനസഹായം അനുവദിക്കുക, തീരദേശ ഹൈവേ വെള്ളനാതുരത്ത് കോവിൽത്തോട്ടം വഴി പുത്തൻതെരുവിൽ എത്തിച്ചേരുന്ന രീതിയിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്തുക, തീരം നശിക്കുന്നതിന് കാരണമാകുന്ന ബീച്ച് വാഷിംഗ് ഉൾപ്പെടെയുള്ള അശാസ്ത്രീയമായ കരിമണൽ ഖനനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ധീവരസഭ ഉന്നയിച്ചു. കളക്ട്രേറ്റിന് മുന്നിൽ നടത്തിയ സമരം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ കണ്ടെയ്നറുകളിലും കപ്പലിന്റെ അവശിഷ്ടങ്ങളിലും തട്ടി മത്സ്യത്തൊഴിലാളികളുടെ വെള്ളവും വലയും ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഫൗണ്ടേഷൻ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കനുസരിച്ചാണെങ്കിൽ പ്രതിമാസം ഒരു മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിന് 35,000 രൂപയുടെ നഷ്ടമാണ് പ്രതിമാസം ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ഇതുപോലെ ഉണ്ടായിരിക്കുന്നത്. കാരണം വലയും വള്ളവും മത്സ്യബന്ധനോപകരണങ്ങളും ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങളിൽ തട്ടി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒന്ന്, മത്സ്യസമ്പത്തിന്റെ ശോഷണവുമായി ബന്ധപ്പെട്ട വിഷയം മറ്റൊന്ന്. വളരെ ശാസ്ത്രീയമായ നിലയിൽ പഠനം നടത്തിയിട്ടാണ് അവർ പറയുന്നത് പ്രതിമാസം 35,000 രൂപയുടെ നഷ്ടമാണ് ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് ഇതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാര തുക നൽകാൻ ഇനിയും സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ തയ്യാറായിട്ടില്ല. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് മുള്ളിക്കൽ രാജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി V ദിനകരൻ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി B പ്രിയകുമാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമല ദർശനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പുലർച്ചെ 5-ന് നട തുറന്നപ്പോൾ ദർശനം നടത്തുകയായിരുന്നു. പമ്പയിൽ നിന്നും കെട്ട് നിറച്ചാണ് മല ചവിട്ടിയത്. വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിലെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പമ്പയിലെത്തിയത്. പമ്പയിൽ നിന്നും കെട്ടുനിറച്ച് സന്നിധാനത്തേക്ക് പുറപ്പെടുകയായിരുന്നു. എന്നാൽ വൈകിട്ട് നടയടച്ച ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പമ്പയിലെത്തിയത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയിരുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ എത്തിയില്ല. മണ്ഡലത്തിൽ സജീവമാകുമെന്നായിരുന്നു വിവരം. ഇതിന് മുന്നോടിയായാണ് ശബരിമല ദർശനം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ താക്കീത് മറികടന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മേളനത്തിലെത്തിയത്. നേമം ഷജീറായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. സഭയിലെത്തിയ ഷാഹുലിനും ഷജീറിനും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. +2 വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി ഒരു സംഘം ആളുകൾ ഭീഷണിപ്പെടുത്തി. പിന്നാലെ വിദ്യാർത്ഥിയെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുണ്ടറ പെരുമ്പുഴയിലാണ് സംഭവം. പെരുമ്പുഴ ഡാൽമിയ പനവിള കിഴക്കതിൽ 17-കാരനായ അഖിലിനെയാണ് ബുധനാഴ്ച രാത്രി 9-ഓടെ വീട്ടിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി 8 മണിയോടെ ഒരു സംഘം അഖിലിന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായി പിതാവ് അനിൽകുമാർ പറഞ്ഞു. തുടർന്നാണ് അഖിലിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ കുണ്ടറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പുനലൂർ KSRTC ഡിപ്പോയോട് അവഗണനയെന്ന് ആക്ഷേപം. പുതിയ ബസ്സുകൾ നൽകുന്നത് വൈകുന്നു. പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങുകയാണ്. ദീർഘദൂര ബസ്സുകൾ ആരംഭിക്കണമെന്ന പ്രഖ്യാപനവും വാഗ്ദാനത്തിൽ ഒതുങ്ങുന്നു.
KSRTCക്ക് പുതിയ ബസ്സുകൾ ലഭിച്ചിട്ടും പുനലൂർ ഡിപ്പോയോട് കടുത്ത അവഗണന കാട്ടുകയാണെന്നാണ് പരാതി. മറ്റ് ഡിപ്പോകൾക്ക് പുതുതായി ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർഫാസ്റ്റ്, ലിങ്ക് ബസ്സുകൾ അനുവദിച്ചപ്പോൾ പുനലൂരിന് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് മാത്രമാണ് ലഭിച്ചത്. PS സുബാൽ MLA ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തി പ്രഖ്യാപിച്ച കോയമ്പത്തൂർ സർവീസ്, മൂന്നാർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് തുടങ്ങിയ വാഗ്ദാനങ്ങൾ ഇതുവരെയും നടപ്പായിട്ടില്ല. സമീപ ഡിപ്പോകളിൽ നിന്ന് പുതിയ സർവീസുകൾ ആരംഭിക്കുമ്പോഴും പുനലൂരിലെ പ്രഖ്യാപനങ്ങൾ കടലാസിലൊതുങ്ങുകയാണ്. പുതിയ ദീർഘദൂര സർവീസായ പത്തനാപുരം, കന്യാകുമാരി, തിരുവനന്തപുരം, തൊടുപുഴ സർവീസുകളും പുനലൂർ വഴിയല്ല സർവീസ് നടത്തുന്നത്. കിഴക്കൻ മേഖലയിലെ പ്രധാന ഡിപ്പോയായിട്ടും പുനലൂരിനെ അവഗണിക്കുന്നതിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വവും ഇടപെടുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. 4 വർഷം മുമ്പ് MLA പ്രഖ്യാപിച്ച കോയമ്പത്തൂർ സർവീസ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. കായംകുളം, പത്തനാപുരം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിച്ചപ്പോഴും പുനലൂരിനെ അവഗണിക്കുകയാണ്. 2 വർഷം മുമ്പ് കളക്ഷൻ കുറഞ്ഞതിനാൽ നിർത്തിവച്ച പുനലൂർ മൂന്നാർ സർവീസ് ഫാസ്റ്റ് പാസഞ്ചറായി പുനരാരംഭിക്കുമെന്ന് MLA ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 1.5 വർഷം മുമ്പ് ഡ്രൈവർ കം കണ്ടക്ടർമാരുടെ കുറവ് മൂലം നിർത്തിവച്ച പുനലൂർ വഴിക്കടവ് സർവീസും പുനരാരംഭിച്ചില്ല. 4 വർഷം മുമ്പ് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു പ്രഖ്യാപിച്ച KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോഴും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. പ്രധാനപ്പെട്ട ഇന്റർസ്റ്റേറ്റ് ഡിപ്പോ ആയിട്ടും സ്വന്തമായി കംഫർട്ട് സ്റ്റേഷൻ ഇല്ലാത്ത ഡിപ്പോയാണിത്. മുനിസിപ്പൽ കംഫർട്ട് സ്റ്റേഷൻ രാത്രി 9 മണി വരെ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇത് രാത്രി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഡിപ്പോയുടെ ഗ്യാരേജ്. മേൽക്കൂര തകർന്നതിനാൽ ജീവനക്കാർ ടാർപാളിൻ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടുന്നത്. ഡിപ്പോയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾ കാരണം അടുത്തിടെയുണ്ടായ 2 അപകടങ്ങളിൽ ഒരാൾ മരിച്ച സാഹചര്യത്തിൽ ഗതാഗത മന്ത്രി ഡിപ്പോ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും സന്ദർശിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 8 കിലോ കഞ്ചാവുമായി തമിഴ്നാട് സ്വദേശിനി ഉൾപ്പെടെ 4 പേർ പിടിയിൽ. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കഞ്ചാവ് എത്തിച്ച് കച്ചവടം നടത്തുന്ന 4-അംഗ സംഘമാണ് അറസ്റ്റിലായത്. കുണ്ടറ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. പെരുമ്പുഴ ചിറയടി രാജു ഭവനിൽ രഞ്ജിത്ത്, താമരക്കുളം സെനിൽ ഭവനിൽ സെനിൽ രാജ്, തമിഴ്നാട് മലയപാളയം തിരുപ്പൂർ സ്വദേശിനി ലക്ഷ്മി, ചാരിമൂട് കരിമുളയ്ക്കൽ പുത്തൻപുരയിൽ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. ആന്ധ്രയിൽ നിന്ന് ട്രെയിനിലൂടെ കൊല്ലത്തെത്തിയ സംഘം സ്വകാര്യ ബസ്സിൽ കേരളപുരം ESIയുടെ മുന്നിൽ ഇറങ്ങുമ്പോഴാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ പോലീസിന്റെ പിടിയിലാവുന്നത്. പെരുമ്പുഴ സ്വദേശിയായ രഞ്ജിത്ത് കഞ്ചാവ് ചില്ലറ കച്ചവടം ചെയ്യുന്നയാളാണ്. ഡാൻസ് ഓഫ് റൂറൽ SPക്ക് ലഭിച്ച വിവരത്തെ തുടർന്നാണ് 4 പേരെയും പോലീസ് പിന്തുടർന്നത്. SHO രാജേഷ്, റൂറൽ ഡാൻസ് ഓഫ് SI മനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ SIമാരായ PK പ്രദീപ്, അതുൽ, ASC ജയകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അഖില കേരള വിശ്വകർമ്മ മഹാസഭ പൊതുസമ്മേളനവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. വിശ്വകർമ്മ ദിനാചരണത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരള വിശ്വകർമ്മ സഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയോടുകൂടിയാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത്. AKVMS ബോർഡ് അംഗം N ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംവരണ വ്യവസ്ഥയാൽ നമ്മുടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. 3% മാത്രം നമുക്ക് സർക്കാർ സർവീസിൽ സേവനമുണ്ട്. അത് തന്നിരിക്കുന്നത് എങ്ങനെ? 20, 70, 100. 5 വേക്കൻസി 10 വേക്കൻസി ഉള്ളിടത്ത് വിശ്വകർമ്മയിൽ 1-ാം ഇതിൽ വന്നാൽ പോലും നമുക്ക് കിട്ടത്തില്ല. കാര്യം ആദ്യത്തെ 20 പേര് കഴിഞ്ഞാല് നമുക്ക് എന്താണ് പറയുന്നത്, കാറ്റഗറി മാറി നമ്മൾ എന്താ പറയുന്നത്, വിശ്വകർമ്മ OBCയിലേക്ക് വരികയുള്ളൂ. പ്രോഗ്രാം കൺവീനർ S മധു അധ്യക്ഷത വഹിച്ചു. സുരേഷ് കുമാർ അനുസ്മരണം നിർവഹിച്ചു. AKVMS കൗൺസിലർ മുരുകേശൻ G വിശ്വകർമ്മ ദിന സന്ദേശം നൽകി. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ്, കൗൺസിലർ അഷിത S ആനന്ദ് എന്നിവർ ചേർന്ന് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അപ്പോഴാണ് നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസമുള്ള കാലഘട്ടത്തിൽ അവർക്ക് ജോലിക്ക് വേണ്ടി മാത്രമല്ല, അവർക്ക് അറിവ് സമ്പാദിക്കണം. ആ അറിവ് നമ്മുടെ സമുദായത്തിനും സമൂഹത്തിനും ഗുണിച്ചു എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സമുദായം, വിശ്വകർമ്മ സമുദായം ഇനിയും രക്ഷപ്പെട്ടു പോവുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിലാണ് അഖില കേരള വിശ്വകർമ്മ സഭയുടെ കരുനാഗപ്പള്ളി താലൂക്ക് നേതൃത്വം വിദ്യാഭ്യാസ അവാർഡ് ഏർപ്പെടുത്തി. AKVMS ബോർഡ് അംഗം കൃഷ്ണകുമാർ, KVMS സംസ്ഥാന ജനറൽ സെക്രട്ടറി അജന്ത ജയപ്രകാശ്, AKVMS കൊല്ലക ശാഖാ പ്രസിഡന്റ് D ശശിധരൻ ആചാരി, കരുനാഗപ്പള്ളി ശാഖാ പ്രസിഡന്റ് സുരേഷ് RK, കോഴിക്കോട് ശാഖാ സെക്രട്ടറി സോമൻ, വടക്കന്തല ശാഖാ പ്രസിഡന്റ് PR പ്രതാപൻ, കൊറ്റംകുളങ്ങര ശാഖാ സെക്രട്ടറി ബാബു, പള്ളിക്കാവ് ശാഖാ പ്രസിഡന്റ് ചന്ദ്രൻ MS, ആദിനാട് ശാഖാ സെക്രട്ടറി രജിത രാജു, തെക്കുംഭാഗം ശാഖാ പ്രസിഡന്റ് ശശി, KVYS യൂണിയൻ പ്രസിഡന്റ് CR രഞ്ജിത്ത, യൂണിയൻ സെക്രട്ടറി CD സുരേഷ് കുമാർ, യൂണിയൻ ട്രഷറർ B സാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.
വിശ്വകർമ്മ ദിനം സമ്പൂർണ്ണ അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്ന് അഖില കേരള വിശ്വകർമ്മ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ ആവശ്യപ്പെട്ടു. താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം സംഘടിപ്പിച്ചു. അവാർഡ് വിതരണവും നടത്തി. കേരളത്തിലെ വിശ്വകർമ്മ സമുദായത്തിന് സർക്കാർ സർവീസിൽ 5% സംവരണം ലഭിക്കണമെന്നും സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനം സമ്പൂർണ്ണ അവധിയായി പ്രഖ്യാപിക്കണമെന്നും അഖില കേരള വിശ്വകർമ്മ മഹാസഭ കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ ആവശ്യപ്പെട്ടു. ദേവസ്വം ബോർഡ്, PSC തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് വിശ്വകർമ്മ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ ആവശ്യം ഉന്നയിച്ചു. കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച വിശ്വകർമ്മ ദിനാഘോഷവും അവാർഡ് വിതരണവും നടത്തിയ സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. വാരണാപ്പള്ളി പോയി സംസ്കൃതം സമരം ചെയ്ത് പഠിച്ച ആളിന്റെ പേരാണ് ശ്രീനാരായണൻ. 8.5 ഏക്കർ ഭൂമി സ്വന്തമായി ഉണ്ടായിരുന്നിട്ടും പള്ളിക്കൂടത്തിന്റെ പടിവാതിക്കൽ പ്രവേശിക്കാൻ അധികാരം കിട്ടാതിരുന്ന ആളിന്റെ പേരാണ് അയ്യങ്കാളി. ഇങ്ങനെ നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ ആരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയല്ല, നിലവിളക്ക് കത്തിച്ചു വെച്ച് പൂജിച്ചപ്പോൾ ഇവരെല്ലാം കൂടി അക്ഷരം നമുക്ക് തന്നതാണെന്നാണ്. പൂർണ്ണമായും അകറ്റി നിർത്തപ്പെട്ടിരുന്ന ആളുകൾ ജീവിതത്തിൽ വലിയ പോരാട്ടം നടത്തിയിട്ടാണ് അക്ഷരം പഠിക്കാനും അകത്ത് പ്രവേശിക്കാനുമുള്ള അനുവാദം നേടിയെടുക്കുന്നത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് V രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. പ്രാധാന്യവും അതുപോലുള്ള ഗുണങ്ങളും നമുക്ക് ലഭിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം വിശ്വകർമ്മജരുടെ പേരിൽ ധാരാളം സംഘടനകൾ പിറവിയെടുക്കുകയും ഒരുപാട് നേതാക്കൾ പിറവിയെടുക്കുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം സംജാതമാണ്. ആ നേതാക്കന്മാരുടെ ബാഹുല്യം കാരണം വിശ്വകർമ്മജരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയും സംജാതമായി. അങ്ങനെയിരിക്കെയാണ് 1991 ഈ വിശ്വകർമ്മ സംഘടനകളെല്ലാം ഒന്നായിക്കൊണ്ട് കേരള വിശ്വകർമ്മ മഹാസഭ എന്ന സംഘടന രൂപീകരിച്ചുവെങ്കിലും അതും നമ്മൾ ഉദ്ദേശിച്ച തരത്തിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ എത്താതെയായി. കരുനാഗപ്പള്ളി മുനിസിപ്പൽ ചെയർമാൻ പടിപ്പുര ലത്തീഫ് അവാർഡ് വിതരണം നിർവഹിച്ചു. PN സുരേഷ്, ഗോപാലകൃഷ്ണൻ പ്രയാർ, രാജു, MS ഷിബു, അജിത R എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മാതാ അമൃതാനന്ദമയിയുടെ 72ാമത് ജന്മദിനം 27-ന് അമൃതപുരിയിൽ നടക്കും. പുലർച്ചെ 5-ന് 108 ഗണപതി ഹോമങ്ങളോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാകുക. അമൃതകീർത്തി പുരസ്കാര വിതരണം, സമൂഹ വിവാഹം എന്നിവയും നടക്കും. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി മെഗാ ശുചീകരണ യജ്ഞം, വിശ്വശാന്തി പ്രാർത്ഥന, സ്വാശ്രയ സംഘങ്ങൾക്കുള്ള വസ്ത്ര പ്രവർത്തന മൂലധന വിതരണം എന്നിവയും നടക്കും. മാതാ അമൃതാനന്ദമയിയുടെ 72ാമത് ജന്മദിനം സെപ്റ്റംബർ 27-ന് നടക്കും. 27-ന് പുലർച്ചെ 5-ന് 108 ഗണപതി ഹോമങ്ങളോടെ അമൃതപുരിയിൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. ഗുരുപാദ പൂജ, ജന്മദിന സന്ദേശം, വിശ്വശാന്തി പ്രാർത്ഥന, ഭജന, സത്സംഗം, പ്രസാദ വിതരണം എന്നിവ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നൃത്താർച്ചന, സംഗീതാർച്ചന എന്നിവയുൾപ്പെടെ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. മഠം ഏർപ്പെടുത്തിയിട്ടുള്ള അമൃതകീർത്തി പുരസ്കാരം ചടങ്ങിൽ വിതരണം ചെയ്യും. സമൂഹ വിവാഹം, വിവിധ പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനം എന്നിവയും നടക്കും. ജന്മദിനത്തിന്റെ ഭാഗമായി അമൃതപുരിയിലെത്തുന്ന മുഴുവൻ പേരെയും അമ്മ നേരിൽ കാണും. വിദേശികൾ ഉൾപ്പെടെ ലക്ഷങ്ങളാണ് ആഘോഷങ്ങൾക്കായി അമൃതപുരിയിലെത്തുകയെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. അമ്മയുടെ ജന്മദിനത്തിന് ഒരാഴ്ച മുമ്പ് സെപ്റ്റംബർ 20-ന് അന്ന് ഈ ആഗോളതലത്തിലെ ശുചീകരണ യജ്ഞം അന്ന് ശുചീകരണ ദിവസം വേൾഡ് ക്ലീനപ്പ് ഡേ ആണ്. അപ്പോൾ അത് ഇത്തവണ ഈ ജന്മദിനത്തിന് ഒരാഴ്ച മുമ്പ് വരുന്നത് കൊണ്ട് ലോകത്തിലുള്ള എല്ലാ നമ്മുടെ സെൻ്ററുകളിലും, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സകല ബ്രാഞ്ചുകളിലും സെൻ്ററുകളിലും ഇങ്ങനെ ഒരു ശുചീകരണ യജ്ഞം ഏറ്റെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കായുള്ള ഒരു സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ക്യാമ്പ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. 400 ചില്ലുവാനം കുട്ടികൾ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിനകത്തും പുറത്തും ഉള്ള 400 ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തി കൊടുക്കാനുള്ള ഒരു സംരംഭമാണ്. മറ്റൊന്ന്, നമ്മൾ അന്ന് ഈ ജന്മദിനത്തിൻ്റെ അന്ന് നമ്മുടെ കൊച്ചിയിലുള്ള ഹോസ്പിറ്റലിലും അതുപോലെ ഫരീദാബാദിലെ ഹോസ്പിറ്റലുമായിട്ട് ഏതാണ്ട് 300 സൗജന്യ ശസ്ത്രക്രിയകൾ, കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, ഹാർട്ട് സർജറീസ് അങ്ങനെ തുടങ്ങി ഉള്ള സൗജന്യ ശസ്ത്രക്രിയ. ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായ 20-ന് ആഗോളതലത്തിൽ മെഗാ ശുചീകരണ യജ്ഞം മഠത്തിന്റെ നേതൃത്വത്തിൽ നടത്തും.
ക്ലാപ്പന, കുലശേഖരപുരം, ആലപ്പാട്, ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തുകളിലും മഠം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. 3000-ലധികം പേർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. വള്ളിക്കാവ് മാർക്കറ്റിലും അഴീക്കൽ പാലത്തിന്റെ പരിസരത്തും ശുചീകരണം നടത്തും. 1,23,456 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും അടങ്ങുന്ന അമൃതകീർത്തി പുരസ്കാരവും ചടങ്ങിൽ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. വിജിലൻസ് ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് തമിഴ്നാട് സ്വദേശികളുടെ സ്വർണം തട്ടിയെടുത്തു. സംഭവത്തിൽ കുളത്തൂപ്പുഴ സ്വദേശികൾ അറസ്റ്റിൽ. 4 പേരാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും തമിഴ്നാട് സ്വദേശിയുടെ സ്വർണം തട്ടിയ 4 പേർ തിരുവനന്തപുരം വലിയതുറ പോലീസിന്റെ പിടിയിൽ. കുളത്തൂപ്പുഴ സ്വദേശികളായ അഷ്കർ, അലി, അഫ്സൽ, ആൽവിൻ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് തട്ടിപ്പ് നടക്കുന്നത്. തങ്ങൾ വിജിലൻസ് ഉദ്യോഗസ്ഥരാണെന്ന് തമിഴ്നാട് സ്വദേശികളെ തെറ്റിദ്ധരിപ്പിച്ചാണ് അതിസമ്മർദ്ദമായി സ്വർണം കൈക്കലാക്കിയത്. തമിഴ്നാട് സ്വദേശി നൽകിയ പരാതിയെ തുടർന്ന് വലിയതുറ SHO അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ഇൻസമ, അജീഷ്, ജയശ്രീ എന്നിവരും CPOമാരായ കിഷോർ, വരുൺ, നസീമുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബാല്യകാല ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമ വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം. ചലോ ജീത്തെ ഹേ എന്ന ചിത്രമാണ് രാജ്യത്തെ മുഴുവൻ CBSE കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങളിൽ പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെതാണ് നിർദ്ദേശം. स्वामी जी कहते हैं कि बस वही जीते हैं जो दूसरों के लिए जीते हैं। बा, अब सबके लिए जी रहे हो, मगर मैं किसके लिए जी रहा हूँ? बापू, आप किसके लिए जीते हो? आप किसके लिए जीते हो? गुरुजी, आप किसके लिए जीते हो? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച സിനിമയാണ് ചലോ ജീത്തെ ഹേ. വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിക്കാൻ രാജ്യത്തെ മുഴുവൻ CBSE കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ഒക്ടോബർ 2-നുള്ളിൽ സ്കൂളുകളിൽ സിനിമ കാണിക്കണമെന്നാണ് നിർദ്ദേശം. മോദിയുടെ ബാല്യകാല ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ് സിനിമ. സേവനം, ഉത്തരവാദിത്തം, കഥാപാത്രങ്ങളുടെ സ്വഭാവം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാൻ സിനിമ ഉപകരിക്കുമെന്ന് സ്കൂളുകൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. സിനിമ കുട്ടികളിൽ പ്രചോദനമുണ്ടാക്കുമെന്നും സഹാനുഭൂതിയും ആത്മപരിശോധനയും വിമർശനാത്മക ചിന്തയും വളർത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. തഴവ ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റിയുടെ നാടകോത്സവത്തിന് സമാപനമായി. 5 ദിവസത്തെ നാടകോത്സവത്തിനാണ് സമാപനമായത്. തഴവ ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റിയുടെ 5 ദിവസം നീണ്ടുനിന്ന നാടകോത്സവത്തിനാണ് സമാപനമായത്. നാടകോത്സവത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം പയ്യന്നൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ MLA CR മഹേഷ് 9 നാടകം 10 നാടകത്തോളം കാണുകയും ആ നാടകക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതൊരു നിരൂപണമായി അത് സമൂഹ മാധ്യമം വഴി അതിന്റെ ഉണ്ടാകുന്ന പ്രമോഷൻ മോശമായിട്ട് എഴുതുന്നതല്ല, നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ എഴുതി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിന്റെ അദ്ദേഹത്തിനുണ്ടായ പ്രചോദനം പുതിയ നമ്മുടെ നാടകക്കാർക്കിടയിൽ മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ ചേട്ടൻ CR മനോജ് എൻ്റെ ആത്മസുഹൃത്തും എൻ്റെ സഹോദര തുല്യനുമായിരുന്നു. CR മനോജ് എഴുത്തുകാരനും സംവിധായകമായതുകൊണ്ട് എന്ന് ചോദിച്ചു നമ്മൾ നാടകക്കാർ മനസ്സിലാക്കുന്നു. പക്ഷെ ഇവിടുത്തെവർക്കല്ലെന്നറിയാം. CRന്റെ അച്ഛൻ ഒരു നാടകകൃത്തായിരുന്നു. അഡ്വക്കേറ്റ് R. അമ്പിളിക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ആദിത്യവിലാസം ആർട്സ് സൊസൈറ്റി ഈ നാടിന്റെ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനം ഒഴുകി വരുന്നത് കേവലമായ ഒന്നല്ല, എന്ത് നല്ല ആശയങ്ങളാണ്. ഓരോ നാടകവും എടുത്തു വെച്ച് നമ്മൾ പയ്യന്നൂർ അദ്ദേഹം അതിനെ സംബന്ധിച്ചെല്ലാം പറയും. ഓരോ നാടകവും എടുത്തു വെച്ച് പരിശോധിച്ചാൽ അതിന്റെ സന്ദേശങ്ങൾ നമ്മുടെ നാടിനെയാണ്, നമ്മുടെ കുടുംബത്തെയും എല്ലാം നവീകരിക്കപ്പെടുകയാണ്. അങ്ങനെ നവീകരിക്കപ്പെടുന്നതിന്റെ ചരിത്രമാണ് ഇവിടെ ഉള്ളത്. നാടകം നവീകരിച്ചു കേരളത്തെ മാത്രമല്ല, ഓണാട്ടുകാരെ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ഭാരതത്തെ തന്നെ നവീകരിക്കപ്പെട്ട വലിയ പൈതൃകമുള്ള നാടാണ് കേരളം തന്നെ. അതിലെ ഏറ്റവും വലിയ സംഭാവന നൽകിയ സ്ഥലമാണ് ഓണാട്ടുകര. വയലാർ മാധവൻകുട്ടി പ്രതിഭകളെ ആദരിച്ചു. മെഹർഖാൻ ചേന്നല്ലൂരിനും ആദരവ് നൽകി. പൂജ ആന്റണി മാത്യു, T. രാജീവ്, സുശീലാമ്മ, കൈതവനത്തറ ശങ്കരൻകുട്ടി, ഓമനക്കുട്ടൻ മാഗ്ന, K. സാജൻ, പുഷ്പരാജൻ, അനിൽ നാരായണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. ശിവഗിരിയിലുണ്ടായ പോലീസ് നടപടിയിൽ AK ആന്റണി സർക്കാരിനെ പിന്തുണച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. അന്നത്തെ സർക്കാർ കോടതി ഉത്തരവ് നടപ്പാക്കുകയായിരുന്നു. പോലീസ് നടപടി അനിവാര്യമായി മാറിയതാണെന്നും സ്വാമി സച്ചിദാനന്ദ.
ശബരിമല ദർശനം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പുലർച്ചെ 5-ന് നട തുറന്നപ്പോൾ ദർശനം നടത്തി. പമ്പയിൽ നിന്നും കെട്ട് നിറച്ചാണ് മല ചവിട്ടിയത്. എട്ട് കിലോ കഞ്ചാവുമായി തമിഴ്നാട് സ്വദേശിനി ഉൾപ്പെടെ 4 പേർ പിടിയിൽ. സംസ്ഥാനത്തിന് പുറത്തുനിന്നും കഞ്ചാവ് എത്തിച്ച് കച്ചവടം നടത്തുന്ന 4-അംഗ സംഘമാണ് അറസ്റ്റിലായത്. കുണ്ടറയിൽ നിന്നുമാണ് ഇവർ പിടിയിലായത്. വിജിലൻസ് ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. തമിഴ്നാട് സ്വദേശികളുടെ സ്വർണം തട്ടിയെടുത്തു. സംഭവത്തിൽ കുളത്തൂപ്പുഴ സ്വദേശികൾ അറസ്റ്റിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.